പോലീസ് ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. അതിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് പോലീസിന്റെ ഒരു ക്ലീഷേ സ്റ്റൈൽ എന്ന് പറയുന്നില്ല, ചില നാടകീയമായിട്ട് ഡ്രാമയായിട്ടുള്ള ഡയലോഗ് പ്രസന്റേഷൻ ഉണ്ട്. അമ്മ എന്ന് പറയുന്ന സംഘടനയെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരാൾ അഡ്ഹോക് കമ്മിറ്റിയാണ്. നമുക്ക് ഓഫീസ് വർക്ക് ചെയ്യാൻ മാത്രമേ അനുവാദമുള്ളൂ. വ്യക്തിപരമായിട്ടൊരു സ്റ്റേറ്റ്മെന്റ് പോലും കൊടുക്കാൻ പാടില്ല. ഇരയായിട്ടുള്ള കുട്ടി നമുക്ക് കംപ്ലൈന്റ് വന്നിട്ടുണ്ട്. ആ പേര് പോലും നമ്മൾ പുറത്ത് പറഞ്ഞിരുന്നില്ല ആളുടെ, പക്ഷെ വേറെ ഏതോ സംഘടന അത് പുറത്തു വിട്ടു. അപ്പൊ ഇവര് വന്ന് കഥ പറയാൻ വരുന്നു. കഥ പറയാൻ ഞാൻ ആരെ പേരെന്ത് എഴുതിയ ആളുടെ പേര് മനോജ് ഐജി. മൊത്തത്തിലൊരു കണ്ടിട്ടും രണ്ടും പോലീസുകാർ പോലെ ഇരിക്കുന്നത്. ഷാജിനെ സംബന്ധിച്ച് പുതുമുഖം ഒന്നും നമുക്കൊരിക്കലും ആ സിനിമ കാണുമ്പോഴത്തേക്ക് ഒരു കാരണവശാലും തോന്നത്തില്ല. അപ്പോൾ അത് കണ്ട് എനിക്ക് നല്ലൊരു ഇത് തോന്നി. ഞാൻ അങ്ങോട്ട് രണ്ടാമത് അങ്ങോട്ട് നിർദ്ദേശം കൊടുത്താണ് ഇതിൻ്റെ BGM ചെയ്യണമെന്നത്. ഞാൻ വിചാരിച്ചു ഇനി ഇവരെല്ലാം GST എന്തെങ്കിലും പ്രശ്നത്തിൽ ഉൾപ്പെടുത്തിയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് കൂട്ടാനുള്ള പരിപാടിയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ GSTയുടെ ആൾക്കാർ തന്നെയാണ്. അല്ല സോറി, ഡബ്ബിങ്ങിൻ്റെ കേസിലെ നമ്മൾ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറഞ്ഞത് നമ്മൾ അഭിനയിക്കുന്നതിനേക്കാൾ കുറച്ചും കൂടി എഫർട്ട് എടുക്കണം. കാരണം എൻ്റെ കൂട്ടുകാർക്കല്ല ഞാനാണ് കവിത ഇതിന് എഴുതി കൊടുക്കുന്നത്. അവരുടെ പേരിൽ അത് വരും, മറിച്ച് വെക്കല്. സാറിൻ്റെ ഒരു ഉറപ്പ് എങ്ങനെയായിരുന്നു ഇത് എത്രമാത്രം ചെയ്ത് ഫലിപ്പിക്കാൻ പറ്റും എന്നുള്ളൊരിത്? പിന്നെ അതിൽ ഡയറക്ടർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും, പിൻചേട്ടൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ സാറിൻ്റെ ഒരു എങ്ങനെയായിരുന്നു? രണ്ട് ഇടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏത് നടനെ അഭിനയിക്കും. ഇന്ന് നമ്മളുടെ കൂടെ പോലീസ് ഡേ എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് അതിന്റെ ഫുൾ ക്രൂ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവരെ എല്ലാവരെയും ഒന്ന് പരിചയപ്പെടാം. നമ്മളുടെ കൂടെ ഡയറക്ടർ സർ സന്തോഷ് മോഹൻ സാർ ഉണ്ട്. പിന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, നമ്മുടെ സ്വന്തം ടിനിച്ചേട്ടനുണ്ട്. പിന്നെ ചിത്രത്തിന്റെ 2 കോ പ്രൊഡ്യൂസേഴ്സും അതിൽ അഭിനയിച്ചിട്ടും കൂടി ഉണ്ട്. എൻ്റെ പേര് സൈജു വൈദ്യർ, ഷാജി സർ. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ചിത്രത്തിന്റെ സിനിമയുടെ ഒരു കാര്യത്തിലേക്ക് കിടക്കുമ്പോൾ നമ്മളത് ടീസർ കണ്ടിരുന്നു. അപ്പോൾ ആ ടീസറിൽ നമുക്ക് കണ്ടപ്പോൾ മനസ്സിലായത് നല്ലൊരു സസ്പെൻസ് നിറഞ്ഞൊരു സിനിമയാണ്, നമുക്ക് അതിൽ തന്നെ മനസ്സിലായി. പിന്നെ ടിൻചേട്ടൻ ഒരു മുഴുനീള പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് ചെയ്യുന്ന ഒരു സിനിമയും കൂടെ. മുഴുനീളമായിട്ടില്ല, കാരണം ആദ്യം തുടങ്ങുന്നത് നന്ദുചേട്ടനാണ്. ഓക്കെ, ടീസറിൽ നമ്മൾ നന്ദുചേട്ടനെ കണ്ടു. നന്ദുചേട്ടനിൽ നിന്ന് കണക്ട് ആവുന്നതാണ്, മുഴുനീളമല്ല. ഓക്കെ, അപ്പോൾ ചേട്ടൻ ആ ഒരു പോലീസ് വേഷം ചെയ്തപ്പോൾ ആ എക്സ്പീരിയൻസ് നമ്മളോടൊന്ന് ഷെയർ ചെയ്യാം. പോലീസ് ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. അതിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് പോലീസിന്റെ ഒരു ക്ലീഷേ സ്റ്റൈൽ എന്ന് പറയുന്നില്ല, ചില നാടകീയമായിട്ട് ഡ്രാമയായിട്ടുള്ള ഡയലോഗ് പ്രസന്റേഷൻ ഉണ്ട്. അത് ഇതിൽ ഉപയോഗിക്കാതെ ഈ സംസാരിക്കുന്ന പോലെ തന്നെ മതി എന്ന് പറഞ്ഞു ഡയലോഗ്. അപ്പോൾ നമുക്ക് അതാണ് ഏറ്റവും ബുദ്ധിമുട്ട്. ഇപ്പോൾ വളരെ കൂളായിട്ട് ഇപ്പോൾ ചോദ്യം ചെയ്യുമ്പോൾ അത് എന്നിട്ട് എവിടെയാണ് സംഭവിച്ചത് ഇത്രയും ഇങ്ങനെ ചോദിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് വരാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ അതെനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. അത് ഡയറക്ടർ തന്നൊരു സ്പേസാണ്. അപ്പോൾ ഇപ്പോൾ ഈ ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ബലം പിടിച്ചിട്ടുള്ള പോലീസ് തന്നെയായിരിക്കും, പക്ഷേ അത് ഫോട്ടോസിന് മാത്രം പോസ് ചെയ്തതാണ്. വളരെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഫീൽ ചെയ്യുന്നത്, എന്നാൽ വേണ്ട സമയത്ത് യഥാർത്ഥ പോലീസ് പുറത്തു വരുന്ന ഒരു ക്യാരക്ടറാണ്. ലാൽമോഹൻ എന്നുള്ളതാണ്. SP ആണ്, IPS ഓഫീസറാണ്. അപ്പോൾ ഇതിനു മുമ്പ് CI ആയിരുന്നു. പാപ്പൻ എന്ന് പറഞ്ഞ സിനിമ ജോഷി സാറിൻ്റെ. ഒരു കോമഡി ആയിട്ടുള്ള ഒരു കുട്ടികളുള്ള ഒരു ചിത്രം. അത് കോമഡി അല്ല, പക്ഷെ അതിൽ സംഭവിക്കുന്ന സിറ്റുവേഷൻസ് അതാണ്. പോലീസായിട്ട് അടുത്ത് കിടക്കുന്ന ഒരാളാണ് ഞാൻ, പക്ഷെ പോലീസ് കേസൊന്നുമില്ല. ഫസ്റ്റ് പടം ട്രാഫിക് പോലീസുകാരനായിരുന്നു. അപ്പൊ അവിടെ നിന്ന് പ്രൊമോഷൻ കിട്ടി IPS വരെ എത്തിയിരിക്കുന്നു. ഇനി എന്താ ഇപ്പൊ DGP അടുത്തപ്പോൾ DGP ആക്കാൻ നോക്കാം. അപ്പോ ഡയറക്ടറിലേക്ക് വരുമ്പോൾ സാർ ഒരു GST ഉദ്യോഗസ്ഥനാണ്. അപ്പൊ അതിൽ നിന്ന് സിനിമയിലേക്കുള്ള ഒരു വരവ്, അപ്പൊ എല്ലാവർക്കും ഒരു GST ഉദ്യോഗസ്ഥന സിനിമ പാടില്ലെന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ആക്ച്വലി നമ്മളെ സംബന്ധിച്ച് പേടിയുള്ള ഒരു ഏരിയയാണ്. അല്ല, നന്നായിട്ട് പോയാലും പോലീസ് ഇങ്ങനെ എന്തെങ്കിലും അന്വേഷണമായിട്ട് വന്നാലും അല്ലെങ്കിൽ GST ഓഫീസർ വന്നാലും നമ്മളുടെ ഒരു ഭയം ഉണ്ടാവും, എന്തെങ്കിലും ഇനി തെറ്റുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സാറിന്റെ ആദ്യത്തെ ചിത്രമാണ്. അപ്പോൾ ഈ ചിത്രത്തിനോടുള്ള ഒരു പ്രതീക്ഷ എങ്ങനെയായിരിക്കും? പ്രതീക്ഷ എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും ഉന്നതിയിലായിരിക്കും. കാരണം നമ്മൾ ഫുള്ള് നമ്മളതിൽ എൻഗേജ് ചെയ്ത് നമ്മളെ ഒരു കുഞ്ഞ് അല്ലേ പുറത്തു വരുന്നത്. അപ്പം നമ്മളത് മാക്സിമം നല്ല രീതിയിൽ വളർന്ന് നല്ലൊരു വിജയമായി വരാനേ നമ്മൾ ആഗ്രഹിക്കത്തുള്ളൂ.
ഇപ്പോൾ ഇതിനകത്ത് കോ പ്രൊഡ്യൂസേഴ്സായിട്ട് നിങ്ങൾ രണ്ടുപേരും ഉണ്ട്, കൂടാതെ ചിത്രത്തിൽ അഭിനയിച്ചിട്ടും കൂടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ സിനിമയിലുണ്ടായ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു ലൈൻ പ്രൊഡ്യൂസറാണ്, അതിൻ്റെ ഒരു പ്രൊഡ്യൂസറും കൂടെയാണ്. പിന്നെ അതിനകത്തൊരു നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ജീവ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറാണ് ഞാനത് ചെയ്തിരിക്കുന്നത്. കുറച്ച് നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ക്യാരക്ടറാണ്. പിന്നെ അതിനകത്ത് ടിനി ചേട്ടനുമായിട്ടുള്ള ഒരു സ്റ്റണ്ട് സീന്, അങ്ങനെ ഒത്തിരി കുഴപ്പമില്ലാത്ത ഒരു പുതുമുഖം എന്നുള്ള രീതിയിൽ ആരും പ്രതീക്ഷിക്കുന്നതിനൊപ്പം നല്ല രീതിയിൽ ഒരു റോള് ഡയറക്ടർ സാർ തന്നിട്ടുണ്ട്. പിന്നെ ഷാജീനെ സംബന്ധിച്ച് പുതുമുഖം ഒന്നും നമുക്ക് ഒരിക്കലും ആ സിനിമ കാണുമ്പോഴത്തേക്ക് ഒരു കാരണവശാലും തോന്നത്തില്ല. ആ രീതിയിൽ തന്നെയാണ് നമ്മൾ പുള്ളിയുടെ അത് കിട്ടിയിരിക്കുന്നത്. അത് ചെയ്യാൻ പറ്റി എന്നുള്ള ഒരു ഇതുണ്ട്. സാറ് പ്രൊഡ്യൂസറുമാണ്, അപ്പോൾ ഇതിൽ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ സാറിൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് ഒന്ന് പറയാം. എൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ശരത്ചന്ദ്രൻ എന്ന കഥാപാത്രമാണ്. ചേട്ടൻ SP ആയിട്ടും ഞാൻ CA ആയിട്ടാണ് വേഷം ചെയ്തത്. ഓക്കെ, സാർ പോലീസിൻ്റെ പോലീസ് വേഷം തന്നെയാണ്. പിന്നെ നമ്മുടെ കുറ്റാന്വേഷണം അതാണ് നമ്മുടെ ജിജ്ഞാസം നിറഞ്ഞ ഒരു സംഭവമായിട്ട് തന്നെയാണ് നമ്മൾ സിനിമ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, പോലീസിനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ടീസർ നോക്കുമ്പോൾ അതിൽ നല്ലൊരു മ്യൂസിക് കാണാൻ സാധിക്കും. നമുക്ക് ആ മ്യൂസിക്കും കൂടെ ആ ത്രില്ലറിനെ നമ്മൾ ഇത്രയും ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു പടമാണെന്ന് കാണിക്കാൻ എപ്പോഴും മ്യൂസിക് നമ്മളെ കുറച്ച് പിടിച്ചിരുത്താറുണ്ട്. അപ്പോൾ എനിക്ക് ടീസർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് മ്യൂസിക് വളരെ നന്നായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന്. അതിൽ നമുക്ക് റോണി റാഫേലാണ് മ്യൂസിക് ചെയ്തേക്കുന്നത്. റോണി റാഫേൽ അറിയാലോ, വളരെ പ്രശസ്തനായ ഒരു BGM അല്ല, പുള്ളി പാട്ട് ഇതിൻ്റെ നമ്മുടെ വിജയേശ്വാസ് ഒരു പാട്ട് ഉണ്ട്, അത് നല്ല ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണ്. അതിൻ്റെ ഇതും പുള്ളി ചെയ്തേക്കണത്. അപ്പോൾ അത് കണ്ട് എനിക്ക് നല്ലൊരു ഇത് തോന്നി. ഞാൻ അങ്ങോട്ട് രണ്ടാമത് നിർദ്ദേശം കൊടുത്താണ് ഇതിൻ്റെ BGM ചെയ്യണമെന്ന്. അത് ടിനി എൻ്റെ അത് വ്യക്തമായിട്ട് പറഞ്ഞിരുന്നത്. റോണി റാഫേൽ അത് ചെയ്ത് അങ്ങനെ റോണിക്ക് കൊടുത്തതാണ് ഇത്. പിന്നെ ടിനി ചേട്ടാ, ഇപ്പോൾ നമ്മുടെ ഈ ഒരു സിനിമ ഇൻഡസ്ട്രിയിൽ ഉയർന്നു വരുന്ന ഒരുപാട് ചോദ്യങ്ങൾ കേട്ട് കാണും. എങ്കിലും ഇപ്പോൾ ഉയർന്നു വരുന്ന ഈ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ ഡ്രഗ്സിനെ കുറിച്ചാണെങ്കിലും കുറേ കാര്യങ്ങൾ. അപ്പോൾ ടിനിച്ചേട്ടന് അതിൻ്റെ തുറന്നു പറച്ചിലുകൾ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. ടിനിച്ചേട്ടൻ്റെ ഒരു ഭാഗത്തു നിന്നുള്ളൊരു ഒപ്പീനിയൻ എന്തായിരിക്കും ഇതിനെക്കുറിച്ച്? ഞാൻ പോലീസ് ഡേയിലാണ് SP, ജീവിതത്തിലല്ല. നമുക്ക് അതിൽ ഒരു ആക്ഷൻ എടുക്കാനും പറ്റൂല. നമ്മുടെ ഒരു സൈഡിൽ നിന്നുള്ള നമ്മുടെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. എല്ലാ ദിവസവും ഞാനിത് ആവർത്തിച്ച് പറയേണ്ട ആവശ്യമില്ല. എങ്കിലും അമ്മ എന്ന് പറയുന്ന സംഘടനയെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരാൾ, അഡ്ഹോക് കമ്മിറ്റിയാണ്. നമുക്ക് ഓഫീസ് വർക്ക് ചെയ്യാൻ മാത്രമേ അനുവാദമുള്ളൂ. വ്യക്തിപരമായിട്ടൊരു സ്റ്റേറ്റ്മെന്റ് പോലും കൊടുക്കാൻ പാടില്ല എന്നാണ്. പക്ഷെ ചില ആൾക്കാർ വ്യക്തിപരമായിട്ട് കൊടുക്കാറുണ്ട്. അല്ല, നമ്മൾ നീതിയുടെ ഒപ്പം നിൽക്കുന്ന ആൾക്കാരാണല്ലോ. നമ്മളിപ്പോൾ ഞാനിത് 7ാമത്തെ വർഷമാണ് എക്സിക്യൂട്ടീവ് മെമ്പറായിട്ട്. അപ്പോൾ അതൊരു നമ്മുടെ ഒരു ഗുഡ് വില്ല് കൊണ്ടാണ്. നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും ദുശ്ശീലോ ദുസ്വഭാവം ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഒഴിവാക്കിയാനെ. അപ്പോൾ ലാലേട്ടൻ നേതൃത്വം കൊടുക്കുന്ന ഒരു സംഘടനയിൽ 17 പേരിലൊരാളാണ്. അപ്പോൾ ഇതിനെ കുറിച്ച് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുകൊണ്ട് വെറുതെ പറയാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മുടെ സ്റ്റാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഇരയായിട്ടുള്ള കുട്ടി നമുക്ക് കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. ആ പേര് പോലും നമ്മൾ പുറത്ത് പറഞ്ഞിരുന്നില്ല ആളുടെ. പക്ഷെ വേറെ ഏതോ സംഘടന അത് പുറത്തു വിട്ടു. പിന്നെ ചെയ്ത ഇതിൽ കുറ്റകൃത്യത്തിൽ പെട്ടിരിക്കുന്ന ആള് നമ്മുടെ മെമ്പറാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒപ്പം സിനിമ ചെയ്തിട്ടുള്ളതാണ്. എനിക്കൊരു ബുദ്ധിമുട്ടും ഇപ്പം 2-3 ഇപ്പം പെരുങ്കളിയാട്ടം എന്ന് പറഞ്ഞ സിനിമയിലും ശുക്രൻ എന്ന് പറഞ്ഞ സിനിമയിലും ഞങ്ങൾ കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. പിന്നെ കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയും അതിന് വേറെ സിസ്റ്റം ഉണ്ടല്ലോ. അത് എന്ത് ചെയ്യണം, എന്ത് ശിക്ഷ കൊടുക്കണം, എന്ത് നടത്തണം എന്നുള്ളത് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം നമ്മൾ കാശടക്കുമ്പോൾ അതിനെക്കുറിച്ച് GSTയുടെ ഓഫീസർമാരാണ് തീരുമാനിക്കുന്നത്. ഞാൻ GST അടക്കേണ്ടത് TDSൻ്റെയും അത് വേറൊരു വിങ്ങാണ്, ഇൻകം ടാക്സ് വേറെ. അപ്പം നമ്മളൊന്നും തീരുമാനിച്ചിട്ട് കാര്യമില്ല. നമ്മളിവിടെ ഇരുന്നിട്ട് നമ്മുടെ ഭാഗം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ സംഘടനാ പ്രവർത്തനം ഉള്ളതുകൊണ്ട് മാത്രം നമ്മൾ വേണ്ട സമയത്ത് യോജിപ്പോ പറയും. നമ്മൾ സിനിമയുടെ റൈറ്ററിലേക്ക് വരുമ്പോൾ എന്തോ മനോജ് IG എന്ന് പറഞ്ഞ മൊത്തത്തിലൊരു ദുരൂഹതയാണ് ഇതിൻ്റെ അത്. കാരണം ആദ്യം എന്നെ വിളിക്കുന്നത് ഒരു GST ഓഫീസറാണെന്ന് പറഞ്ഞ ഒരാൾ വിളിക്കുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുക? ഒന്ന് കാണണം, ഒന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വിചാരിക്കുക? ഒന്ന് നേരിട്ട് കാണണം. കൂടാതെ ഇപ്പോ പ്രതിഫലം വാങ്ങുന്നതിന്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. നേരിട്ട് കാണാൻ പോയപ്പോൾ ഞാനും കൂടെയാണ് പോയത്. അപ്പൊ എന്നെ കണ്ടുവരാൻ പോലീസ് ഇനി പല വേഷപ്രച്ഛന്നരായിട്ട് ഇവര് വരിക. നമ്മള് ചെക്കിങ്ങിന് പല രീതിയിലാണ് വരുന്നത്.
അപ്പൊ ഇവര് വന്ന് കഥ പറയാൻ വരുന്നു. കഥ പറയാൻ ഞാൻ ആരെ പേരെന്ത് എഴുതിയ ആളുടെ പേര് മനോജ് ഐജി. മൊത്തത്തിലൊരു കണ്ടിട്ടും 2 പോലീസുകാർ പോലെ വന്നിരിക്കുന്നത്. അപ്പൊ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്, ഇദ്ദേഹം വൈദ്യുതി കൂടിയാണ്. അപ്പൊ പോലീസ് പിടിച്ചെന്നെ ഇടിച്ചിട്ടുണ്ടെങ്കിൽ തടകാനോ ആളുണ്ട്. ആ അപ്പൊ കഥ പറഞ്ഞ് ഫുള്ളായിട്ട് ഇപ്പൊ മനസ്സിലായി ഇവര് യഥാർത്ഥത്തിൽ സിനിമയുമായി ബന്ധമുണ്ട്, സിനിമ എങ്ങനെ എടുക്കണമെന്നുള്ള അറിയാം. പിന്നെ ഹരീഷ് കണാരൻ, അതുപോലെ തന്നെ ധർമ്മജം പൂർവാട്ടി. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി ഇവരെല്ലാം GST എന്തെങ്കിലും പ്രശ്നത്തിൽ ഉൾപ്പെടുത്തിയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് പൂട്ടാനുള്ള പരിപാടിയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ GSTയുടെ ആൾക്കാർ തന്നെയാണ്. അല്ല സോറി, സിനിമയുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കാർ. പക്ഷെ വേറൊരു മേഖലയിൽ നിന്ന് ഇതിലേക്ക് വരുമ്പോൾ നമ്മൾ മാക്സിമം, കാരണം അവര് ആദ്യമായിട്ടാണ് ഈ ഫീൽഡിൽ വരുന്നത്. അപ്പൊ എന്റെ പ്രവൃത്തിയായിരിക്കും ഇദ്ദേഹം തീരുമാനിക്കുന്നത്. സിനിമയില് മൊത്തം പ്രശ്നക്കാരാന്ന് ഞാൻ ആയിട്ട് വരുത്തരുത്. അപ്പൊ നമ്മൾ ഇതിനകത്ത് ഒരാളും ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ. കാരണം വേറൊരു മേഖല ഒന്നുമില്ല. ഇപ്പൊ ഞാനിപ്പോ വേറൊരു ഒരു ബോട്ട് ഓടിക്കാൻ പോവുകയാണെങ്കിൽ പെട്ടെന്നായിരിക്കും ആ ഒരു ഇതിലേക്ക് കയറുന്നത്. അവിടെ എനിക്ക് സപ്പോർട്ട് തന്നില്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കടലിന്റെ നടുകടലിൽ പെട്ടു. ഇത് കരയ്ക്ക് എത്തുന്നത് വരെ നമ്മൾ കൂടെ നിൽക്കുന്നു. ഇപ്പോഴും ഈ നിമിഷം വരെ വിജയമോ പരാജയമോ എന്തോ ആണെങ്കിലും നമ്മൾ ഇതിന്റെ കൂടെ ഉണ്ട് അവസാനം വരെ എന്നുള്ളത് അതൊരു ആക്ടറിന്റെ കടമയാണ്. അല്ല, അതിലൊരു കേസ് എന്ന് പറയുന്നത് നമ്മൾ ഈ സാധാരണ ഈ സിനിമ ഷൂട്ടിങ് കഴിയുമ്പോഴത്തേക്ക് അവരെ ജോലി ചെയ്തവർ ബാക്കി ഇത് അങ്ങ് പോവേണുള്ളത്. പക്ഷെ അതിന് ശേഷമായാലും ഞാൻ ടിനീനെ വിളിച്ചു കഴിഞ്ഞാൽ അപ്പോഴെടുക്കാൻ പറ്റില്ല, എപ്പോഴായാലും തിരിച്ചെന്നെ വിളിച്ചിരിക്കും. നമുക്കിതിന് വേണ്ടിയുള്ള എല്ലാവിധ സപ്പോർട്ടും ടിനിയുടെ ഭാഗത്തു നിന്നും നമ്മളതിൻ്റെ അൻസിബായാലും ഇതെല്ലാവരും ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ വിചാരിക്കുന്നത് സിനിമയുടെ ആ ഒരു മുഖമാണ്, നല്ലൊരു മുഖമാണ് ബാക്കി വിചാരിക്കാൻ അത്രക്ക് അങ്ങനെ വല്ലതും വിചാരിച്ചു. സിനിമ എന്ന് പറയുമ്പോ വ്യക്തികളാണല്ലോ. ഞാനിപ്പോ എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം, നമ്മൾ സിനിമയിലേക്ക് വരികയാണെന്ന് വീട്ടിൽ പറഞ്ഞ നമ്മള് പൊതുവെ ആൾക്കാർക്കൊരു സിനിമയിലേക്കോ എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ. അപ്പൊ അതാണ് ഞാൻ ചോദിച്ചത്. അസൂയ കൊണ്ടും അല്ല, ഞാൻ വലിയ ഡയറക്ടേഴ്സിന്റെ മറ്റേ ലെജൻഡ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിന്റെ ഒപ്പം, ചെറിയ ഡയറക്ടേഴ്സിന്റെ, പുതിയ ഡയറക്ടേഴ്സിന്റെ ഒപ്പം ഒക്കെ വർക്ക് ചെയ്യുന്നവരാണ്. പക്ഷെ എല്ലാവർക്കും ഞാൻ കൊടുത്തിരിക്കുന്ന റെസ്പെക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു ഇത്തിരി സ്പേസ് കിട്ടാൻ വേണ്ടി കൊതിച്ചിട്ടുള്ളതാണ്. ഇപ്പൊ ഈ ക്യാമറ എന്ന് പറയുന്നത് ഇപ്പൊ TV-യിലാണെങ്കിലും ഇപ്പോഴാണല്ലോ യൂട്യൂബൊക്കെ വരുന്നത്. അപ്പോൾ ആ അവസരങ്ങളൊന്നും നമുക്ക് ഉണ്ടായിരുന്നു. ഒരു സ്പേസ് കിട്ടാൻ കൊതിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരുപാട് വാരിക്കൂരി തന്നതുപോലെയാണ്. കാരണം നമ്മൾ ജീവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഇതൊരു ലൈബ്രറി പോലെ എടുത്തു വെക്കുന്നതാണ്. ഏത് കാലഘട്ടം കഴിഞ്ഞാലും പോലീസിന്റെ അടിച്ചയച്ചാൽ ഉണ്ടാവും. മറ്റേ TV ഷോ ഇതെന്നൊക്കെ പറഞ്ഞാൽ കഴിഞ്ഞ് അങ്ങോട്ട് തീർന്നു. പക്ഷേ ഇതെപ്പോഴും നമുക്കൊരു ആർക്കൈവ്സ് ആയിട്ട് ലൈബ്രറി പോലെ പോലീസ് ക്യാരക്ടർ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ പോലീസ് ക്യാരക്ടേഴ്സ് ഓരോന്നോരോന്നായിട്ടുണ്ട്. ജോഷി സാറിൻ്റെ ചെയ്തിട്ടുണ്ട്, സന്തോഷ് മോഹൻ ബാലോഡിൻ്റെ ചെയ്തിട്ടുണ്ട്, വൈദ്യരൊപ്പം അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഒരു 10 വർഷം കഴിയുമ്പോൾ ഇതൊരു നമ്മുടെ ഒരു പ്രൊഫൈലായിട്ട് കാണിക്കാൻ പറ്റുന്നതാണ്. ഒരു IPS ഓഫീസറായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല പല ക്യാരക്ടേഴ്സ് നമുക്കിപ്പോൾ എടുത്തു പറയാനാണെങ്കിൽ ഇപ്പൊ ബ്യൂട്ടിഫുൾ ക്യാരക്ടർ ചേട്ടൻ ചെയ്തിട്ട് അസാധ്യമായിട്ടുള്ള ഒരു പ്രകടനമായിരുന്നു. അതൊരു നെഗറ്റീവ് ഷെയ്ഡായിരുന്നു. അപ്പോൾ ചേട്ടൻ വന്നത് മിമിക്രി രംഗത്തു നിന്നാണ്. അപ്പോൾ ചേട്ടനും ഗിന്നസ് ബക്രു ചേട്ടനും കൂടെ ഉണ്ടായിരുന്ന ആ ഒരു നമുക്ക് തന്നൊരു സ്റ്റേജ് ഷോസ് ആണെങ്കിലും നിങ്ങൾ ചെയ്ത പരിപാടികളാണെങ്കിലും ഇപ്പോഴും നമ്മൾ ഓർത്തിരിക്കുന്ന ടിനിച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഗിന്നസ് ചേട്ടനും കൂടെ നമ്മൾ രണ്ടുപേരും കൂടെ ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ ഓർത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ പരിപാടികൾ മിസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ പരിപാടികളൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പരിപാടികൾ ചേട്ടൻ മിസ് ചെയ്യാറുണ്ടോ ഇപ്പോൾ? ആ ഒരു ഇപ്പൊ ഒരു ഭക്ഷണം തന്നെ എല്ലാ ദിവസവും കഴിച്ചാൽ എല്ലാവർക്കും ബോറടിക്കും. എത്ര നല്ല സംഭവമാണെങ്കിൽ അപ്പോൾ ഒരു സമയം കഴിയുമ്പോൾ നമ്മൾ സ്വരം നന്നായിരിക്കും പാട്ട് നിർത്തുക എന്നുള്ളത്. എന്നിട്ട് ഈ സിനിമ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ 916 കുഞ്ഞുട്ടല്. പക്ഷെ ഞങ്ങൾ ഒരുമിച്ചല്ല, 2 ക്യാരക്ടേഴ്സാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ മുഖം ആൾക്കാർക്ക് മടുത്തു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ബുദ്ധിപൂർവ്വം അത് എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ പിടിച്ചു വെക്കാൻ പറ്റില്ല. 25 വർഷത്തോളം ഞാൻ ഈ മേഖലയിൽ നന്നായിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ട്. വെറുപ്പിച്ചിട്ടില്ല. അതാണ് ഏറ്റവും വലിയ, വെറുപ്പിക്കരുതെന്നുള്ളതാണ്. അതൊരു ഡയറക്ടറിൻ്റെ കഴിവാണ്. ഒരു സിനിമയിൽ നമ്മളെങ്ങനെ നമുക്ക് ആ ഭാഗം പറഞ്ഞു തരുന്ന ഭാഗം മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് എന്ന് പറയുന്ന സന്തോഷമാണ്. അപ്പോൾ നിങ്ങൾ മിസ് ചെയ്തെന്ന് പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ മുള്ള കൂട്ടായി. ഇപ്പൊ ഈ പോലീസ് ഓഫീസറിന്റെ വേഷം ഒരിക്കലും ഇപ്പൊ പക്രൂന് ചെയ്യാൻ പറ്റില്ല. കോമ്പറ്റീഷൻ ഇല്ല. IPS വേഷം ചെയ്യാൻ പറ്റില്ല. അവൻ ചെയ്യുന്ന വേഷങ്ങൾ എനിക്കും ചെയ്യാൻ പറ്റില്ല. ഒരു യൂണിക്നെസ് നിങ്ങൾ രണ്ടുപേരും കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ കാസ്റ്റിങ്ങിലും നമുക്ക് ഒരു ബ്ലെസ്സിങ്ങുകളാണ്.
അപ്പോൾ ഈ പോലീസ് സ്റ്റേയിൽ എനിക്ക് കിട്ടിയൊരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു വേഷം ഇട്ടിട്ട് എൻ്റെ ഫോട്ടോസ് ഭയങ്കരമായിട്ട് ഓടി വൈറലായിരുന്നു. തീർച്ചയായിട്ടും അതെ. ചേട്ടനും വളരെ ഞാൻ വ്യത്യസ്തമായ വെറുതെ ഫേസ്ബുക്കിൽ ഇട്ടതാണ്. കാരണം ഇതിൻ്റെ അകത്ത് ഈ ഫോട്ടോ പോലീസ് ഡോഗിനെ പിടിച്ചിട്ടുള്ള സിനിമ സീനല്ല, ഇത് ഞാൻ വെറുതെ അന്ന് എടുത്തതാണ്. പക്ഷെ അത് ഭയങ്കര ഒരുപാട് പോയി. ഞാൻ ഫസ്റ്റ് അയച്ചു കൊടുത്തത് ലുക്കാണ് അതിനകത്ത്. ജോയി സാറിനാണ് അയച്ചു കൊടുത്തത്. പോലീസ് ഡ്രസ്സൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ള ആളാണ്. അപ്പോൾ അത് അടിപൊളി എന്നും പറഞ്ഞ് നന്നായിട്ടുണ്ട്, നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു 10 പേര് ഒരാൾ വിചാരിച്ചാൽ മതി എനിക്ക് അടുത്തൊരു ക്യാരക്ടർ കിട്ടാൻ. അപ്പം അത് നമുക്ക് വീട്ടിൽ നിന്ന് കാശ് കൊണ്ടുവന്നിട്ട് വലിയ ക്യാമറയും ലൊക്കേഷൻ 3 ലക്ഷം ഒരു ദിവസം മുടക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം അതിന് സദാനന്ദ സിനിമാസ് എന്നും പറഞ്ഞ് ഇവർ വന്നത് നമുക്ക് നമ്മളെ വെച്ചിട്ട് ഒരു സിനിമ ചെയ്യാൻ ആൾ വരുന്നത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. അപ്പോൾ ഇവരോട് പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. സിനിമയിൽ ക്യാരക്ടർ എൻ്റെ ജൂനിയറാണ്, പുള്ളി എനിക്ക് ഓർഡർ കൊടുക്കാൻ പറ്റും. പക്ഷെ കട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പുള്ളിയായിരിക്കും എനിക്ക് ഓർഡർ അപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ സിനിമയിലുണ്ടായ എക്സ്പീരിയൻസ് ഡയറക്ടറുടെ കൂടെ ആണെങ്കിൽ ഇപ്പൊ ടിനിച്ചേട്ടൻ രണ്ടുപേരും ആക്ടിങ് രംഗത്ത് പുതിയതാണ്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ എത്രമാത്രം നിങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്? ഞാൻ പുള്ളിനെ പിടിച്ചൊക്കെ തല്ലിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ആ ടീച്ചറിനകത്ത് കാണുമ്പോൾ അറിയാം, പേടിയൊക്കെ കൊണ്ടിട്ടുണ്ട്. ടീച്ചറിനെ കാണുമ്പോൾ അറിയാം എന്നെ ഇടിച്ച് കാശ് കുറക്കില്ല കേട്ടോ. പൈസയൊക്കെ കറക്റ്റ് ആയിട്ട് തരണം. ഒരു സ്റ്റണ്ട് സീൻ കഴിഞ്ഞ് ഇടിച്ച് ഇഞ്ചപ്പരുവാക്കിയിട്ടാണ് ആ ഒരു ടീച്ചറിനകത്ത് ടിനിച്ചേട്ടൻ എന്നെ ചോദ്യം ചെയ്യുന്നത്. അപ്പം ഞാനൊരു പുതുമുഖം എന്ന രീതിയിൽ ഞാൻ സ്റ്റണ്ട് സീനോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ഇതിനെപ്പറ്റി അതിൻ്റെ ടെക്നിക്കൽപരമായിട്ട് അതിൻ്റെ ഏത് റേഷ്യോയിൽ ആക്ഷൻ കാണിക്കണം എന്നുള്ളതൊന്നും അറിയില്ല. പക്ഷെ അത് ആ സമയത്തൊക്കെ ടിനിച്ചേട്ടൻ എനിക്ക് ഭയങ്കരമായിട്ട് അല്ല, അത് ഹെൽപ്പ് ചെയ്തതിന് വേറെ കാര്യമുണ്ട്, ബാക്കിയുള്ള അടിയിട്ടായിരിക്കാൻ വേണ്ടി. ആ സമയത്തൊക്കെ ടിനിച്ചേട്ടൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നീ പഞ്ച് ചെയ്യണം, ഇങ്ങനെ എന്നോട് പിടിക്കണം, ഞാൻ എന്നെ ഇങ്ങനെ ഇടിക്കണം, ഞാൻ ഇങ്ങനെ ഇടിക്കുമ്പോൾ നീ ആക്ഷനിൽ അങ്ങനെ പോകണം എന്നൊക്കെ രീതിയിലൊക്കെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ പിന്നെ സന്തോഷേട്ടൻ എല്ലാവരും നടൻ ഉണ്ടെന്നുള്ളത് ആദ്യമായിട്ട് കണ്ടെത്തിയതും പുള്ളി തന്നെയാണ്. പുള്ളി എന്നെ നല്ലവണ്ണം ഞാനൊരു നടൻ കണ്ടെത്തി എന്ന് പറയുമ്പോൾ ഞാനാണ് ആദ്യം പറഞ്ഞത് ഇദ്ദേഹം കൂടെ അഭിനയിക്കണം എന്നുള്ള വാക്ക് പറഞ്ഞു. പിന്നെ ഷെയർ ചെയ്ത് പോവാണ് രണ്ടുപേർക്കും. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, അത് എന്നിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പൂർണ്ണം അതിനെ ഒപ്പിയെടുക്കാനായിട്ട് ഷാജി ഫുൾ ടൈം നമ്മളെ നല്ലൊരു ഫ്രണ്ട്സാണ്. എനിക്ക് എൻ്റെ അടുത്ത് പലപ്പോഴും അഭിനയം നടത്താറുണ്ട്. അപ്പൊ അതൊന്നും മനസ്സിലാക്കി ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കി നല്ലൊരു നടനാണ്. അല്ല, ഇപ്പൊ പുള്ളിനൊക്കെ യഥാർത്ഥത്തിൽ ഒരു റോ ആയിട്ടുള്ള പോലീസുകാരുടെ ഫേസ് ഫിഗർ ഉണ്ട്. അത് ഞാൻ ചോദിക്കാൻ പിന്നെ ബാക്കി അഭിനയിച്ചാൽ മതി. കണ്ടാൽ ഒരു പോലീസുകാരന്റെ ലുക്ക് ഉണ്ട്. അപ്പൊ സാറിന് ആ വേഷം വൈദ്യരാണ്. പക്ഷെ സജു എനിക്ക് തോന്നുന്നു 46ഓളം 50 ഷോർട്ട് ഫിലിമിൽ 46ഓളം പോലീസ് വേഷം ചെയ്തിട്ടുണ്ട്. ഞാൻ ഷോർട്ട് ഫിലിമില് ഒട്ടനവധി ചെയ്തിട്ടുണ്ട്. 51 ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. പിന്നെ 5 സിനിമയായി. അതിനകത്ത് 1 ഫോറസ്റ്റ് ഓഫീസർ, പിന്നെ 1 പോലീസ്, ഇപ്പൊ ഇത് ചെയ്യാൻ പോണതും അടുത്ത പോലീസ് കാക്കിയാണ്. പിന്നെ എന്താ, ഞാൻ ഈ പടം നിർമ്മിക്കാൻ തന്നെ കാരണം അഭിനയത്തോടുള്ള അഭിനിവേശം കൊണ്ടാണ്. ഞാൻ ഷാജിയൊക്കെ ഈ രംഗത്തേക്ക് പ്രൊഡ്യൂസർ രംഗത്തേക്ക് വന്നതെന്ന് പറയുമ്പോൾ അഭിനയം എന്നൊരു ഇതുകൊണ്ടാണ്. അപ്പൊ അത് തിരിച്ചേട്ടനും നമ്മളെ സുഹൃത്തായിട്ട് വന്നു നമ്മളെ സിനിമയിൽ അഭിനയിച്ചു. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ സന്തോഷമാണ്. കാരണം ടിനിച്ചേട്ടന് തന്നെ എനിക്ക് തോന്നുന്നു ടിനിച്ചേട്ടൻ ഇതുപോലത്തെ ഒരു വേഷം വേറെ ചെയ്തിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. അല്ലേ? അല്ല, വ്യത്യസ്തമായിട്ടുള്ള പോലീസ് ഓഫീസർ തന്നെ ചേട്ടന്റെ വേഷത്തിൽ വളരെ വ്യത്യാസമാണ്. IPS ഓഫീസറായിട്ട് വളരെ വ്യത്യാസമുള്ള വേഷമാണ്. അതെന്ന് വെച്ചാൽ നമ്മൾ ഈ സാധാരണ പോലീസ് വേഷം തോന്നുന്നത് വളരെ ടെമ്പേർഡായിട്ടുള്ളൊരു ഇതായിരിക്കും. ഇതങ്ങനെയല്ല. ഇത് വളരെ ഫ്രണ്ട്ലി അപ്രോച്ചായിട്ട് വീട്ടിൽ ഫാമിലിമാനായിട്ട് കുഞ്ഞുങ്ങളോട് കുഞ്ഞായിട്ട് നമ്മളൊരു അച്ഛനെന്ന് പറയണത് ഒരു 8 വയസ്സോ 9 വയസ്സോ ഉള്ള ഒരു കുഞ്ഞിനോട് നമ്മൾ ആ ഇതിലേക്ക് താഴ്ന്നു വരുമ്പോഴാണ്. എന്നെ കാണിച്ചില്ല, എന്നെ ഇടിച്ച് വീട്ടില് കൊച്ചിനെ വീശിരിച്ച് കാണിക്കാൻ നല്ല അച്ഛനാണ്. ജോലിയിലേക്ക് വരുമ്പോ കറക്റ്റ് പോലീസുകാരനും അല്ലല്ല, കറക്റ്റ് ആ ഒരു ഇതല്ല. ആ ഒരു വീട്ടിലുള്ള ആ ഒരു ഇത് തന്നെയാണ് പോലീസ് സ്റ്റേഷനിലായാലും എല്ലാവരും അന്വേഷണ രീതിയൊക്കെ ആ രീതിയിലാണ്. നമുക്കിപ്പോ സിനിമ കാണുമ്പോൾ കുറെ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. അപ്പൊ പുതിയൊരു തരത്തിലുള്ള അഭിനയം. സാധാരണ SP-മാര് അവരെ ക്യാബിനിലിരുന്നാണ് ആഹാരം കഴിക്കുന്നത്. ഇത് വന്ന് പോലീസ് സാധാരണ ലോക്കൽ പോലീസിന്റെ കൂടെ വന്നാണ് ആഹാരം കഴിക്കുന്നത്. ആ രീതിയിലുള്ള ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഭയങ്കര ബ്രില്യൻ്റ് ആണ്, ഇന്റലിജന്റ് ആണ്.
എന്നെ കുറിച്ച് പറയണം കേട്ടോ. അതെ. ഒരു ഓഫീസർ സ്ട്രോങ് ആണ്, കുറിച്ചല്ല. എത്രത്തോളം സ്ട്രോങ് ആണ്, സോഫ്റ്റ് ആണ് എന്നെല്ലാം വളരെ കാര്യമായിട്ട്. ശ്രുതി ഇടയ്ക്ക് ഇങ്ങനെ തോന്നി ഈ ആളെ കുറിച്ചാണോ പറയുന്നത് പറയുന്നത്. പക്ഷെ ആ സോഫ്റ്റ്നെസ്സും കാര്യത്തോട് അടുത്ത് വരുമ്പോഴത്തേക്ക് ചില ആ സന്ദർഭങ്ങളിൽ മാറ്റം വരുന്നു. യഥാർത്ഥ ഒരു പോലീസുകാരൻ്റെ രീതിയിലേക്ക് കൺവെർട്ട് ആയി വരുന്നുണ്ട്. ഇപ്പൊ ടിനി ചേട്ടൻ ഒരുപാട് വേഷങ്ങൾ മലയാള സിനിമയിൽ ചെയ്തു. കൂടാതെ മിമിക്രി രംഗത്തു നിന്നാണ് ചേട്ടൻ്റെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും ഈ ഇൻഡസ്ട്രിയിലോട്ട് ചേട്ടൻ വന്നത്. അപ്പോൾ ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്ന കുറച്ച് ട്രോളുകൾ അതൊക്കെ ചേട്ടൻ കാണുന്നുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ചേട്ടൻ്റെ ഒരു ഇതിൽ നിന്ന് ഇത് നോക്കി കാണുമ്പോൾ ചേട്ടൻ ചെയ്ത് ആസ്വദിച്ച കുറേ ആൾക്കാരുണ്ട്. ഈ കഥ ഇപ്പോൾ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു മിമിക്രി ചെയ്യുന്ന ആളോടുള്ള ഒരു റെസ്പെക്റ്റ് എപ്പോഴും പ്രേക്ഷകർക്കുണ്ട്. അതിന് ഇപ്പോഴത്തെ ഒരു സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ കുറച്ച് ട്രോളുകളായിട്ടൊക്കെ വരുന്നത്. അപ്പോൾ ചേട്ടനെ അത് എങ്ങനെയാണ് ബാധിക്കുന്നത്? ചേട്ടനെ അത് നെഗറ്റീവായിട്ട് ബാധിക്കാറുണ്ടോ, അല്ലെങ്കിൽ ചേട്ടനത് മുന്നോട്ട് പോകാൻ കുറച്ചും കൂടെ ഊർജ്ജം തരാറുണ്ടോ? അല്ല, മിമിക്രിയുടെ ഒരു കാലഘട്ടം എൻ്റെ കഴിഞ്ഞു. അത് ഈ സിനിമയിലേക്ക് വരാനുള്ള പാസ്പോർട്ടായിരുന്നു. ഇപ്പോഴും ഞാൻ ഇപ്പോൾ ഇതിൻ്റെ അകത്തൊരു മമ്മൂക്കനോ അല്ലെങ്കിൽ സുരേഷ് ചേട്ടനെ ഒന്നും അല്ല അനുകരിച്ചിരിക്കുന്നത്. ഇതിൽ ടിനി ടോം തന്നെയാണ്. കാരണം അത് മോക്കിംഗ് ആണ്, മിമിക്കിംഗ് എന്ന് പറയും. അത് താൽക്കാലികമാണ്, ജസ്റ്റ് ഒന്ന് എൻ്റർടൈൻ ചെയ്യാൻ. ഇപ്പോൾ സ്റ്റേജിൽ ചെല്ലുമ്പോഴും ചിലപ്പോൾ അവർ അനുകരിക്കാൻ പറയും. സിനിമ എന്ന് പറയുന്നത് വേറെ ലോകമാണ്, അതൊരു ക്യാരക്ടറായി മാറുകയാണ്. ഇപ്പം അതിൽ ജീവ എന്ന് പറയുന്ന ഒരാൾ ജീവ തന്നെ ആയിരിക്കും, അത് വേറൊരു ജീവയായിരിക്കണം. അതിൽ വേറൊരു നടൻ്റെ ജീവൻ വന്നാൽ അത് മനസ്സിലാവുക, ആൾക്കാർ മനസ്സിലാക്കും. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ പുതുമുഖങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടുന്നത്. ഭയങ്കര ഇപ്പോൾ ഇദ്ദേഹത്തിന് ഇത് അഭിനയിച്ചാൽ മാത്രം മതി, അതിന് ബാക്കിയുള്ള രൂപമെല്ലാം ഉണ്ട് അല്ലേ. ഇത്തിരി നമ്മൾ ഭയങ്കര റഫായിട്ട് പെരുമാറുന്ന മുഖം തന്നെയാണ് ഇത്. ഇപ്പൊ ചിരിക്കുമ്പോൾ മാത്രമാണ് അതാണ്. അപ്പൊ നമുക്ക് കറക്റ്റായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ഇവരിൽ നിന്നുമാണ് പഠിക്കുന്നത്. ഇദ്ദേഹത്തിൽ എന്താണ് പോലീസിന്റെ ഒരു ക്രൗര്യമുള്ളത്. അപ്പൊ എൻ്റെ പിന്നാലെ വരുന്നവരാണ് ഞാൻ ഗുരുക്കന്മാരായിട്ട് കാണുന്നത്. അപ്പൊ ട്രോളുകൾ കാണുമ്പോഴും എൻ്റെ കുഴപ്പം എന്താന്നുള്ളത് ഞാൻ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഞാനും ട്രോളിക്കൊണ്ടിരുന്നതാണല്ലോ, അത് എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. അത് കാരണം ഇനി എനിക്ക് ഒരിക്കലും മിമിക്രിയിൽ എന്നെ ബാധിക്കുന്ന ട്രോളുകളല്ല. ഞാൻ സിനിമയിലെ അഭിനയത്തിന് ട്രോളുകളൊന്നും ഞാൻ ശ്രദ്ധിക്കേണ്ടി വരും. കാരണം എൻ്റെ തൊഴിൽ, ഞാൻ ഇപ്പം നിൽക്കുന്ന പ്രസന്റ് പൊസിഷനാണ്. അപ്പം അത് ഇവർ ഇതുപോലത്തുള്ള നല്ല ഡയറക്ടേഴ്സ് വരുമ്പോൾ നമ്മൾ നന്നായിട്ട് ഈ മറ്റേ പ്രതിമ ഉണ്ടാക്കുന്ന ഒരു ശില്പിയുടെ പോലെ ഇരിക്കുന്നവർ, അവർ നമ്മളെ പാകപ്പെടുത്തി എടുക്കുകയാണ്. അങ്ങനെ പറയുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ചെയ്യാം എന്നുള്ള ചിന്ത വരുന്നത്. അപ്പം നമ്മളെ ഇതുപോലെ തന്നെ ചിലപ്പോൾ അടുത്ത് വരുന്ന സംവിധായകൻ വേറെ രീതി കണ്ടിട്ടുണ്ടാവും. അതുപോലെ മാറാൻ പറ്റും. അത് മിമിക്രിയിൽ നിന്ന് കിട്ടിയൊരു മെയ്വഴക്കമാണ്. അപ്പം എനിക്ക് കിട്ടേണ്ട ഒരു സാധനം ഓൾറെഡി കിട്ടി. ഇനിയിപ്പോൾ അമ്പലപ്പറമ്പുകളിലും പള്ളിപ്പറമ്പുകളിലും മിമിക്രി ആയിട്ട് നടക്കേണ്ട ആവശ്യമില്ല എനിക്ക്. കാരണം വരേണ്ട ഒരു വഴിയാണ്. പിന്നെയും നമ്മളതിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് വളർച്ചയുണ്ടായില്ല എന്നുള്ളതാണ് അർത്ഥം. അതിനുശേഷം എനിക്കൊന്ന് ഇപ്പോൾ ഒരു 80-85ഓളം സിനിമകൾ വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്യാൻ സാധിച്ചു. അതിൽ നിലനിൽക്കാൻ സാധിക്കുന്നുണ്ട്, നന്നായിട്ട് ജീവിച്ചു പോകാൻ സാധിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു കലാകാരൻ്റെ ഭാഗ്യം എന്ന് പറയുന്നത്. നമ്മൾ ഇഷ്ടപ്പെടുന്ന, ഇപ്പം ഇദ്ദേഹം GST ഓഫീസറാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇഷ്ടമേഖലയിലേക്ക് അദ്ദേഹം റിസ്ക് എടുത്താണ് വന്നിരിക്കുന്നത്. അതിന് ഒരുപാട് സ്ട്രഗിൾ ഉണ്ട്. പെട്ടെന്ന് ഒരു ട്രാൻസ്ഫോം ചെയ്തിട്ട് ഒരു സിനിമയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഒരാളുടെ അസിസ്റ്റ് ചെയ്യാതെ സിനിമ കണ്ടു പഠിച്ചിട്ട് ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ക്യാമറാമാൻ്റെ അടുത്ത് കൺവേ ചെയ്തിട്ട് ആ ക്യാമറാമാനാണ് ഇത് ഇദ്ദേഹത്തിൻ്റെ മനസ്സിലെ ചിത്രങ്ങളാണ് ഈ സിനിമയായിട്ട് വരുന്നത്. അപ്പോൾ അതിന് അങ്ങനെയാണെങ്കിൽ പിന്നെ എല്ലാവർക്കും ചെയ്യാമല്ലോ. ഇത് നിസ്സാര പരിപാടിയല്ലോ. ഒരു സ്ക്രീനിൽ ഒരു സിനിമ എത്തിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രോസസ്സുണ്ട്. എത്രയോ സിനിമകൾ പെട്ടിയിലിരിപ്പുണ്ട്. ഒട്ടനവധി ത്യാഗം സഹിച്ചല്ലേ ഒരു സിനിമ പുറത്തു വരുന്നത്. എത്രയോ ദിവസം ഷൂട്ടിങ്, എത്രയോ രൂപകൾ, ആരൊക്കെ വേർത്ത കാശ്. പിന്നെ അപ്പോൾ അതിന് നമ്മൾ റെസ്പെക്ട് ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ്. കൂടാതെ ഇപ്പോൾ ടിനിച്ചേട്ടൻ കുറേ സിനിമകളിൽ മമ്മൂട്ടി സാറിൻ്റെ മൂന്ന് സിനിമകളിൽ മമ്മൂട്ടി സാറിന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് തന്നെ ഇപ്പോൾ ലക്കി ഭാസ്കറിൽ ഡബ് ചെയ്യാനും കൂടെ ചെയ്തു. ആ വോയിസ് നമ്മൾ സിനിമ കാണുമ്പോൾ നമുക്കറിയാം ഇത് ടിനിച്ചേട്ടൻ്റെ വോയിസ് അല്ലേ എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ആ ഒരു ലക്കി ഭാസ്കറിലേക്ക് എത്തി ഒരുപാട് പ്രശംസകൾ കിട്ടി. അത് ദുൽഖർ സൽമാനാണ് ആ ക്യാരക്ടറിലായിട്ട് ചേട്ടനെ സെലക്ട് ചെയ്തത് എന്ന് കേട്ടിട്ടു. അത് മമ്മൂട്ടി സാർ തന്നെ അതിനൊരുപാട് പ്രശംസകൾ തന്നു. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ഡബിങ്ങിലേക്ക് കടന്നപ്പോൾ ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? ലക്കി ഭാസ്കർ എനിക്ക് ലക്കിയാണ്. കാരണം നമ്മുടെ ശബ്ദത്തിൽ തിരിച്ചറിയുന്നു എന്നുള്ളത് തന്നെ ഏറ്റവും വലിയൊരു ഇതല്ലേ. നമ്മളെ കാണണ്ട, ശബ്ദം പോലും ആൾക്കാർ തിരിച്ചറിയുന്നു എന്ന് പറഞ്ഞത് നമ്മുടെ ഇത്രയും കാലത്ത് ഒരു ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാകുന്നതല്ലല്ലോ. അപ്പം ഇത്രയും വർഷങ്ങളായിട്ട് ജനങ്ങൾ കേട്ട് മനസ്സിലാക്കി എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ ഡബ്ബിംഗ് എന്ന് പറഞ്ഞാൽ അത് വേറൊരു കലയാണ്. വൈദ്യർക്ക് തന്നെ ഡബ് ചെയ്തിട്ടുണ്ട്. ഈ ഡബ്ബിങ്ങിൻ്റെ കേസിലേ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറഞ്ഞത്
നമ്മൾ അഭിനയിക്കുന്നതിനേക്കാൾ കുറച്ചും കൂടി എഫർട്ട് എടുക്കണം. കാരണം അഭിനയിക്കുമ്പോഴത്തേക്ക് നമ്മളൊരു സ്ക്രിപ്റ്റ് നമ്മൾ പഠിക്കുന്നു, ഡയറക്ടർ പറയുന്നു, അതനുസരിച്ച് നമ്മൾ അഭിനയിക്കുമ്പോഴത്തേക്ക് കുറേ ഇത് വരും. പക്ഷേ അതൊന്നും ഇല്ലാതെ ഈ അഭിനയിക്കുമ്പോഴത്തേക്ക് ഏത് രീതിയിലുള്ള മോഡുലേഷനാണോ വേണ്ടത് അത് നമ്മൾ സ്ക്രീനിൽ നോക്കി നിന്നുകൊണ്ട് കരയുകയോ ചിരിക്കുകയോ ഒക്കെ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ കഴിവ്. അത് സാധ്യമില്ല. അതിൽ ഞാൻ ടിനീനെ അഭിനന്ദിക്കുന്നു. കാരണം എന്താ വെച്ചാൽ നമ്മൾ നമ്മൾ ഷൂട്ടിങ്ങിലേക്ക് പോകുമ്പോഴത്തേക്ക് റീടേക്ക് എടുക്കേണ്ടി വരുമല്ലോ. അപ്പോൾ അതുപോലെ ഒറ്റ ഇതിൽ തന്നെ ഞാൻ വിചാരിച്ചെന്ന് തരുമ്പോൾ എറണാകുളത്ത് വെച്ചാണ് ഡബ്ബിങ് വന്നത്. ഒരു ടിന്നിയുടെ ഇത് എനിക്ക് വന്നത് എങ്ങനെയായാലും ഒരു 3 ദിവസം എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചാണ് ഞാൻ പാക്ക് ചെയ്ത് എല്ലാം റെഡിയാക്കിയാണ് ഇവിടെ വരുന്നത്. ടിന്നി ഇങ്ങോട്ട് വന്ന് രാവിലെ ഒരു തുടങ്ങാല്ലേ 9 മണിക്ക് വന്നു. 2-2:30 മണിയായപ്പോഴത്തേക്ക് പുള്ളി തീർത്തിട്ടാൻ പോയി. അതൊരു വലിയ കഴിവല്ലേ? അത് ദൈവം അനുഗ്രഹിച്ച കഴിവാണ്. അത് എനിക്ക് തോന്നുന്നത് മിമിക്രി നമുക്ക് കിട്ടിയത് വളരെ ഇതാണ്. കാരണം അത്രയും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇത്രയും 2-2.5 മണിക്കൂർ കൊണ്ട് ആ മൊത്തത്തിൽ ഇത് ചെയ്തു. ഞാൻ ഒരിക്കലും ചിന്തിക്കാതെ വന്ന സംഭവമാണ്. അല്ല, അത് ഡയറക്ടർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള മോഡുലേഷനും ആ ജീവൻ കൊടുക്കുന്നത് അപ്പോഴാണ്. ഈ ക്യാരക്ടറിന് ജീവൻ വരുന്നത് ശബ്ദം കൊടുത്തു കഴിയുമ്പോഴാണ്. നമ്മൾ അഭിനയിക്കുമ്പോഴത്തേക്ക് കുറെ ഇത് ആയാലും ഡയലോഗ്സിലൂടെ കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സാറിലേക്ക് വരുമ്പോൾ അപ്പോൾ നവാഗതനായിട്ടുള്ള ഒരു സംവിധായകനാണ്. അപ്പോൾ ഇങ്ങനൊരു പ്രൊഫഷൻ കൈകാര്യം ചെയ്തൊരു വ്യക്തിയാണ്. അപ്പോൾ ഫാമിലി സപ്പോർട്ട്, ഇപ്പോൾ ഈ ഒരു പ്രൊഫഷനിൽ നിന്ന് നേരെ സിനിമയിലേക്ക് പോകുമ്പോൾ ഫാമിലി, ഫ്രണ്ട്സ്, അപ്പോൾ അവരുടെയൊക്കെ ഒരു റെസ്പോൺസ് എന്താണ്? ഇപ്പോൾ ഫുൾ ഒരു സിനിമ മൊത്തത്തിൽ തീർന്നിരിക്കുകയാണ്, ഇപ്പോൾ തിയേറ്ററിലേക്ക് വരാൻ പോകുന്നു. അപ്പോൾ അവരുടെയൊക്കെ ഒരു റെസ്പോൺസ് എങ്ങനെയുണ്ട്? അല്ല, ഇതിൽ അങ്ങനെ നോക്കണമെങ്കിൽ എൻ്റെ ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്ത വൈഫാണ്. വൈഫിന് എൻ്റെ ഒരു കാലിബർ നേരത്തെ അറിയാമായിരുന്നു. കാരണം എനിക്ക് തോന്നുന്നത് ഞാനൊരു 10-20ഓളം കഥകൾ ഞാൻ വൈഫ് എന്ന് പറഞ്ഞാൽ നല്ലൊരു സിനിമ കാണുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ധൈര്യമായിട്ട് നല്ലൊരു പ്രേക്ഷക എന്ന നിലയ്ക്ക് അവളുടെ അടുത്ത് ഇത് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഇഷ്ടംപോലെ കഥകൾ പെട്ടെന്ന് എനിക്ക് കഥകൾ വരും. അങ്ങനെ അത് അവളുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അവൾ ഓക്കെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഒരു ത്രെഡ് എഴുതി വെക്കും. വീട്ടിലെ അനിയനും അച്ഛനും അമ്മയ്ക്കും എല്ലാം അറിയാം. അപ്പോൾ അവർക്ക് ഞാൻ വന്നത് സിനിമയിലേക്ക് എത്തി താമസിച്ചു പോയി എന്നുള്ളൊരു ഇതായിരിക്കും, നേരത്തെ എത്തേണ്ടതാണ്. പക്ഷെ നമ്മൾ ജോലിയുടെ ആ ഒരു ഇതുകൊണ്ട് നമ്മൾ താമസിച്ചു പോയി എന്നുള്ളതാണ്. എൻ്റെ സഹപ്രവർത്തകർക്ക് എല്ലാവർക്കും അതറിയാം. ഞാൻ കോളേജ് കാലഘട്ടം മുതലേ കഥയും കവിതയും എനിക്കൊന്നും ഞാൻ ഒരു സമയത്ത് ഞാൻ ഇബ്ദ കോളേജിലാണ് പഠിച്ചത്, പ്രീ ഡിഗ്രി. അന്ന് അവിടെ ഇറങ്ങിയ മാഗസിനിൽ ഇറങ്ങിയ മാഗസിനിൽ കഥയും കവിതയുമായിട്ട് എൻ്റെ ഒരു 4-5 ഇത് ഒരു മാഗസിനിൽ വന്നിട്ടുണ്ട്. കാരണം എൻ്റെ കൂട്ടുകാർക്കല്ല ഞാനാണ് കവിതയും ഇതിൽ എഴുതി കൊടുക്കുന്നത്. അവരുടെ പേരിൽ അത് വരും, മറിച്ച് വെക്കല്. അതിൽ ഏറ്റവും കോമഡി എന്നുള്ളത് ഒരു നല്ല കവിതയ്ക്കുള്ള അവാർഡ് ഒരു അതിന് കിട്ടി. അതൊന്ന് വൈകിട്ട് ഒരു ഇത് കൊണ്ട് അല്ല നിനക്കാണത് എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് ഇപ്പൊ സിനിമ കഥ കഥ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മേഖലയിലേക്ക് നിൽക്കുമ്പോൾ കുറേ വെല്ലുവിളികൾ ഇപ്പോഴത്തെ കുറച്ച് കാലഘട്ടമായിട്ട് ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ പ്രതിഫലത്തിൻ്റെതും അങ്ങനെ കുറേ സിനിമകളെ സംബന്ധിച്ച് കുറേ വെല്ലുവിളികൾ ഇപ്പോൾ നേരിടുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു ആക്ടറെ തിരഞ്ഞെടുക്കുമ്പോൾ ഇപ്പോൾ ടിനിച്ചേട്ടൻ തന്നെ ഈ കഥാപാത്രത്തിന് വേണം അങ്ങനെ ഒരു തോന്നല്? അത് നമ്മൾ കഥ ഒന്ന് മനസ്സിൽ കാണുമ്പോഴേ തന്നെ നമ്മളൊരു ഫിലിം മേക്കർ എന്ന നിലയ്ക്ക് നമുക്കൊരു മനസ്സിലൊരു കഥ സിനിമ ആദ്യം ജനിക്കുന്നത് നമ്മുടെ മനസ്സിലാണ്. അപ്പോൾ അതിൽ ഓരോ ഫ്രെയിമിലും ഓരോരുത്തരും നമ്മുടെ മനസ്സിൽ കണ്ടായിരിക്കും അത് പോകുന്നത്. അപ്പോൾ ആ ഒരു വേഷം നമ്മൾ ഈ ഒരു മസിൽമാനായിട്ടുള്ള ഒരു പോലീസ് വേഷം ആണെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ അതിലോട്ട് പോയില്ല. വളരെ ലളിതമായി അത് പോകണം എന്നുള്ളൊരിത് കൊണ്ട് ആണ് ടിനിയിലേക്ക് വന്നത്. ടിനിനെ ഞാൻ ആദ്യമേ ഫോൺ വിളിക്കുമ്പോഴത്തേക്ക് നേരത്തെ പറഞ്ഞ കണക്ക് ഞാൻ GST ഓഫീസറാണ്, എനിക്കൊന്ന് കാണണമെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം വെച്ചെന്നല്ലേ അത് നമ്മളൊരു ഡെയിലി ലൈഫിൻ്റെ ഒരു ഭാഗമാണ്. നമ്മളൊരു ആളിനെ റിക്വസ്റ്റ് ചെയ്ത് അങ്ങോട്ട് ശീലമില്ലാത്തതുകൊണ്ട് കമാൻഡ് ചെയ്തുള്ളൊരു ഇതായതുകൊണ്ട് ഞാൻ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. നമ്മളൊരു ഇതായിട്ട് അപ്പം ടിനി യഥാർത്ഥത്തിൽ വിചാരിച്ചത് GST ഒന്ന് പിടിക്കാൻ വേണ്ടി വരുന്നതാണോ
എന്നുള്ളൊരു ഇത്. പേടിപ്പിച്ചുകൊണ്ടാണ് ഒരു കട. അല്ല, ആൾമാറാട്ടം നടത്തിയൊക്കെ ഒരു അന്വേഷണം നടത്തുന്നത്. അല്ല, അതൊരു എൻട്രി ആയിരുന്നു. ചിലപ്പോൾ സാധാരണമായിട്ട് ഞാൻ സന്തോഷ് മോഹൻ എന്ന് പറഞ്ഞാൽ ചിലപ്പം ഓക്കെ പിന്നീട് വിളിക്ക് എന്നൊക്കെ പറയുമായിരിക്കും. ചിലരെ വിളിച്ചിട്ട് ഉദ്ഘാടനത്തിന് എത്രയും മേടിക്കുന്നു, വെറുതെ വിളിച്ചു ചോദിക്കും. അത് നമ്മള് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എന്തൊക്കെയായിരിക്കും നമുക്ക് അറിയാൻ പറ്റില്ല. സന്തോഷിന്റെ കൂടെ പോയി ഞാനും ഇങ്ങനെ കത്തായിരുന്നു. അപ്പൊ രണ്ടും കൂടെ ആയപ്പോ നേരത്തെ പറഞ്ഞ പോലെ അല്ല, അപ്പൊ ഞാൻ ചെല്ലുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ചിന്നിയന്ത്രൻ അതിന് മുമ്പ് ഒരു വർഷത്തെ ഫയലെല്ലാം അടുക്കി വെച്ച് ഇൻകം ടാക്സ് റിട്ടേൺ ഒക്കെ റെഡിയാക്കി വെക്കുമല്ലോ, റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ചെന്നപ്പോഴത്തേക്ക് പുള്ളി ഒരു ഫയലുമായിട്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പൊ നമ്മളൊരു ഫയലുമായിട്ട് അങ്ങോട്ട് പിന്നെ കഥ പറഞ്ഞപ്പോഴാണ് സംഭവം മാറ്റിയത്. ഇതങ്ങോട്ട് മാറ്റി അങ്ങ് വെച്ചിട്ടാണ് പിന്നെ എനിക്കറിയാവുന്ന 18, 22, 25 വർഷങ്ങളായിട്ട് അസിസ്റ്റ് ചെയ്യുന്നവരുടെ സ്വപ്നം ഒരു സിനിമ ചെയ്യുന്നതാണ്. എത്ര വൈകിയാലും ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു സിനിമാ പ്രവർത്തകന്റെ സ്വപ്നമാണ്. അപ്പൊ അത് ഇദ്ദേഹം മാറി നിന്നാണെങ്കിലും ഈ വിരല് മുറിച്ചു കൊടുത്തത് ഏകലവ്യൻ മാറി നിന്നിട്ട് പഠിച്ചതുപോലെ ഇദ്ദേഹം മാറി നിന്ന് പഠിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ ഒരു ടെക്നിക്കൽ വശമാണ്. അപ്പൊ അത് നിസ്സാരമല്ല. ഒരു തിയേറ്ററിൽ ഒരു സിനിമ എത്തിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രോസസ്സ് ഒരുപാടുണ്ട്. അപ്പൊ അദ്ദേഹം മനസ്സിലായി എന്റെ കഷ്ടപ്പാട് ദുരിതം എന്താന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. പിന്നെ ഒരു സിനിമ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് എന്തൊക്കെ വേണം, തയ്യാറെടുപ്പ്, പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വേറെയാണ്. തിയറി വെച്ച് ആദ്യത്തെ സിനിമ തന്നെ ആയിരിക്കുമല്ലോ നമ്മളൊരു പഠിക്കാനും കൂടെ ഉള്ള. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ അതിന്റെ ഓരോ മൂവ്മെന്റും ഓരോ ഫ്രെയിമും നമ്മുടെ മനസ്സിൽ ആദ്യമേ കണ്ടിട്ടാണ് നമ്മൾ അതിലോട്ട് പോകുന്നത്. അപ്പൊ അത് അനുസരിച്ച് നമ്മൾ ആ പ്ലാൻ ചെയ്ത് അങ്ങോട്ട് പോയാൽ മതി എന്നുള്ളതാണ്. അത് ടിൻചേട്ടനിലേക്ക് വരുമ്പോൾ ഈ ചിത്രത്തിന്റെ ഒരു രസം, ഇപ്പൊ ഇവർ പ്രൊഡ്യൂസേഴ്സ് തന്നെ അഭിനയിക്കുന്നു, കൂടാതെ ധർമ്മജൻ ചേട്ടനുണ്ട്, ഹരീഷ് ചേട്ടനുണ്ട്, അപ്പോൾ കുറേ അൻസിബ ചേച്ചിയുണ്ട്, അപ്പോൾ കുറേ പേര് ഈ കഥാപാത്രങ്ങളുണ്ട്. അപ്പോൾ ഈ ടൈമിൽ സെറ്റിലുണ്ടായ ഒരു രസകരമായിട്ടുള്ള സംഭവം, അല്ലെങ്കിൽ ഇവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? നമുക്ക് പുതിയ ആക്ടേഴ്സ് ആകുമ്പോൾ ഭയങ്കര നമുക്ക് പഠിക്കാനുണ്ടോ. കട്ടെന്ന് ആക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി എന്നെ സാറെന്ന് വിളിക്കണം, കട്ട് പറഞ്ഞാൽ ഞാൻ പുള്ളി എന്നെ സാറെന്ന് വിളിക്കണം. അത് തന്നെയുള്ള ഏറ്റവും രസകരമായ കാര്യം. കാരണം പ്രൊഡ്യൂസറാണ്. അപ്പോൾ പുള്ളി തെറ്റിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്ടർ ചീത്ത പറയും. അതൊക്കെ ഇതിൽ സംഭവിക്കുന്നതാണ്. ചീത്ത പറഞ്ഞിട്ടുണ്ട്, ചീത്ത പറയും. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് നന്നാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതെ. ഈ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ നമ്മൾ ചെയ്യുന്ന എനിക്ക് ഞാൻ ചെയ്യുന്ന വേഷം എത്രത്തോളം നന്നാക്കുക. അപ്പൊ ഡയറക്ടർ പറയുക എന്താണെന്ന് വെച്ചാൽ അതനുസരിച്ച് പ്രവർത്തിക്കുക. അതാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഈ വേഷത്തിന്റെ ഒരു വില എന്താണെന്ന് അറിഞ്ഞത് പ്രധാനമന്ത്രി വന്നപ്പോൾ എനിക്ക് ഫ്രീ ആക്സസ് കിട്ടിയത്. അതെ, ശംഖുമുഖത്ത് ഷൂട്ടിംഗ് നടക്കുമ്പോൾ മോദിജി വരുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഈ ഡ്രസ് ഇട്ടിരിക്കുന്ന കാര്യം ഓർത്തു, പെട്ടെന്ന് പറഞ്ഞു. ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല ഇത്. അപ്പൊ കാണാൻ വേണ്ടിട്ട് ഞാൻ ഓടിയപ്പോ ആൾക്കാരൊക്കെ മാറി. ആദ്യം തൊപ്പിയൊക്കെ വെച്ചിങ്ങനെ ഓടി തന്നെ കണ്ടപ്പോ ഏതോ പോലീസുകാരാണ് മൊത്തത്തില് മാറി. അപ്പൊ ഞാൻ എന്റെ വീഡിയോ ഇൻസ്റ്റയിൽ ഇപ്പോഴും ഉണ്ട്. മോദിജി എന്നെ ഇങ്ങനെ ഒന്ന് നോക്കി, എത്ര അടുത്തോടെ എനിക്ക് കാണാൻ പറ്റിയെന്നുള്ളതാണ്. അത് ആൾക്കാരും റെസ്പെക്ട്. പിന്നെ ഇയാള് ഇയാള് ശരിക്കും പോലീസ് വർക്ക് ചെയ്യുന്നതാണോ? അങ്ങനെയുണ്ടല്ലോ ഇപ്പൊ സിനിമയിൽ തന്നെ ഒരുപാട് പോലീസുകാരുണ്ടല്ലോ. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. നമ്മുടെ ഈ സിനിമയില് 2 പേര് പോലീസ് ഉണ്ട്. ഒറിജിനൽ പോലീസായിട്ട് ഇതിനകത്തുണ്ട്. നമുക്ക് റെഫറൻസ് അവരുടെ റെഫറൻസ് നമുക്ക് കിട്ടും. ഇപ്പൊ പുറത്തുനിന്നും അകത്തുനിന്നും മൊത്തത്തിലൊരു പോലീസ് മയമാണ് സിനിമ മൊത്തത്തിൽ. ഓക്കെ, സാറിലേക്ക് വരുമ്പോ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രം. പക്ഷെ ഒറിജിനൽ ഗുണ്ടെന്നല്ലോ. എല്ലാരും യഥാർത്ഥത്തിലുണ്ടെങ്കിലും ഞാൻ ഗുണ്ടല്ല എന്നൊക്കെ. അപ്പൊ ഈ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രം തെരഞ്ഞെടുത്തപ്പോ അത് കുറച്ച് പാടായിരിക്കുമല്ലോ അഭിനയിച്ച് ഫലിപ്പിക്കുക എന്നുള്ളത്. അപ്പൊ ഈ ടീസറിൽ നമ്മൾ കാണുമ്പോൾ താങ്കളെ ചോദ്യം ചെയ്യുന്ന ഒരു ഭാഗമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കഥാപാത്രത്തെ എത്രമാത്രം വെല്ലുവിളികളുണ്ട്. ഇപ്പോൾ പുതുമുഖം ആയതുകൊണ്ട് തന്നെ സാറിൻ്റെ ഒരു ഉറപ്പ് എങ്ങനെയായിരുന്നു ഇത് എത്രമാത്രം ചെയ്ത് ഫലിപ്പിക്കാൻ പറ്റും എന്നുള്ളൊരിത്? പിന്നെ അതിൽ ഡയറക്ടർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും, ടിൻചേട്ടൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ സാറിൻ്റെ ഒരു എങ്ങനെയായിരുന്നു? 2 ഇടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏത് നടനെ അഭിനയിക്കും. അല്ല, എനിക്ക് ഈ റെഫറൻസ് എന്നുള്ള രീതിയിൽ ഉൾക്കൊള്ളാനായിട്ട് പറ്റിയിട്ടില്ല. കാര്യം ഒരു പുതുമുഖനാണ്. അപ്പോൾ എങ്ങനെ അഭിനയിക്കണം, അത് എങ്ങനെ എന്നുള്ളതിനെ കുറിച്ചൊരു ഐഡിയയും കാര്യങ്ങളൊന്നുമില്ല. ഉള്ളിൽ ഒരു നടൻ എവിടെയോ ഉണ്ടായിരുന്നു. അത് സന്തോഷേട്ടൻ പറഞ്ഞു, അത് ഇങ്ങനെ മനസ്സിലാതി ഇങ്ങനെ ഉൾക്കൊണ്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ഒരു ആദ്യത്തെ ഫസ്റ്റ് സീൻ എന്ന് പറഞ്ഞാൽ അന്ന് ആദ്യം സിനിമാ അഭിനയത്തിലെ ആദ്യത്തെ സീനാണ് ആ ടീസറിലുള്ളത്.
അതിനുശേഷം എനിക്കപ്പം കാര്യങ്ങൾ മനസ്സിലായി, ക്യാമറയുടെ ആംഗിൾ എന്താണ് മറ്റതാണെന്ന് ആദ്യത്തെ ആ ഒരു സീൻ കഴിഞ്ഞപ്പോൾ പിന്നെ മനസ്സിലായി. പിന്നെ അതിൻ്റെതായ ഒരു രീതിയിൽ ഒരു ഫോളോയിൽ അങ്ങ് പോയി. ചില ട്രാക്കിൽ വീണ അങ്ങ് നന്നായിട്ട് അങ്ങ് പോകും. ചില നാടകത്തിൽ അഭിനയിക്കുന്നവർ ഇപ്പൊ ഇതിൽ വന്ന ചിലപ്പോൾ നാടകം തന്നെ ചെയ്തു പോകും. പക്ഷെ ചിലവർ ഇതിവിടെ വന്ന് പഠിച്ചു കഴിഞ്ഞിട്ട് ഈ സിനിമയായിട്ട് സിംഗമം ലെജൻഡ് ആക്ടേഴ്സ് ആവും. അതാണ് നമ്മൾ തിലകൻ ചേട്ടൻ അവരൊക്കെ നാടകം അവതരിപ്പിച്ചിട്ട് സിനിമയുമായിട്ട് ഇതാവുമ്പോൾ ഈ സിനിമയുടെ ഇതിലേക്ക് ടെക്നോളജിയും ഇതും കൂടി പഠിച്ചു കഴിയുമ്പോൾ അവർക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. അപ്പം ചിലരുടെ ഉള്ളിൽ കിടപ്പുണ്ടാവും. ഇവിടെ വന്ന് ഒന്നേന്ന് പറഞ്ഞ് തുടങ്ങണമല്ലോ. ഇപ്പൊ ഇത് ഈ ചെറുപ്പം മുതൽ സിനിമ പഠിച്ചിട്ട് വരാനും നടക്കില്ല. ശരിക്കും ക്യാമറയുടെ മുമ്പിൽ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആണ്. അപ്പൊ എനിക്കും ഫീൽ ചെയ്തില്ല പുള്ളി ആദ്യമായിട്ട് അഭിനയിക്കുന്നതെന്ന് എനിക്ക് തോന്നില്ല. അല്ല, അതിന് വേറെ റിയൽ ആയിട്ട് ആദ്യമായിട്ട് അഭിനയിക്കുകയാണ്. ഇപ്പോ എനിക്ക് മനസ്സിലാവാത്തത് കോ പ്രൊഡ്യൂസർ ആണെന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ മനസ്സിലാവുന്നത്. അഭിനയിക്കുന്നുണ്ടപ്പോൾ ഞാൻ വിചാരിക്കുന്നത് വേറെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടാവും. അപ്പം ഒരു നെഗറ്റീവ് ഷെയ്ഡും കൂടെ ആകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറെ വെല്ലുവിളികൾ ഉണ്ടായിരിക്കുമല്ലോ. അല്ല, അതിന് മെയിനായിട്ട് ഒരു കാരണമുണ്ട്. കാരണം ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഈ കോ പ്രൊഡ്യൂസറും കൂടെ ആയതുകൊണ്ടാണ്. കാരണം വൈകിട്ട് പൈസ കൊടുക്കണമല്ലോ. ഇതിന് ടെൻഷൻ ഇതിനകത്ത് ടെൻഷനുള്ള കഥാപാത്രങ്ങൾ. അപ്പൊ അത് യഥാർത്ഥത്തിൽ ജീവിക്കരുത്. അപ്പോൾ ഇത്രയും ഇപ്പോൾ സാറിൻ്റെ ആദ്യത്തെ സിനിമയാണ്, നിങ്ങളുടെ ആദ്യത്തെ ഒരു സംരംഭമാണ്. കൂടാതെ നിങ്ങളെല്ലാവരും അഭിനയിച്ചിട്ടുണ്ട്. ടിനിച്ചേട്ടൻ്റെ ഒരു ഏറ്റവും ശക്തമായ ഒരു പോലീസ് വേഷം കാണാൻ ഞങ്ങളെല്ലാവരും വളരെ എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. സിനിമയുടെ പാട്ട് കേട്ടായിരുന്നോ? നമ്മൾ കേട്ടിരുന്നു. പാട്ടും ടീച്ചറുമാണ് നമ്മൾ കേട്ടിരുന്നത്. അപ്പം നമുക്ക് ആ പാട്ട് കേട്ടപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, മ്യൂസിക് നമ്മൾ വല്ലാതെ നമ്മൾ മലയാള സിനിമയുടെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണല്ലോ പാട്ട് എന്നുള്ളത്. പാട്ടൊക്കെ ഹഠാതെ ആകർഷിച്ചു. പാട്ടിന്റെ ഞാൻ ഏത് ടീസർ കണ്ടാലും ഞാൻ അതിന്റെ BGM ശ്രദ്ധിക്കും. നമ്മൾ അതൊക്കെയാണല്ലോ പിടിച്ചിരുത്തുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്തു ചോദിച്ചത്. BGM നല്ല ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. കൂടാതെ സിനിമയിൽ കുറേ മാസാണെന്ന് ചോദിച്ചല്ല. അപ്പോൾ ടിനിച്ചേട്ടൻ ലാസ്റ്റ് പറയുന്നത് അതൊക്കെ തെളിയിക്കാനല്ലേ നമ്മളൊക്കെ ഇവിടെ ഉള്ളത് എന്നൊക്കെ പറയുന്ന ഒരു ഡയലോഗിലും ചേട്ടൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ സിമ്പിളായിട്ടാണ് അത് പറയുന്നത്, പക്ഷെ പവർഫുള്ളാണ് ആ ഒരു വാക്കുകളൊക്കെ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഈ സിനിമ തിയേറ്ററിലേക്ക് എത്തുന്നത്. പിന്നെ കൂടാതെ സിനിമ ഒരു വലിയ വിജയം ആകട്ടെ എന്ന് കൂടെ ഞങ്ങൾ ആശംസിക്കുകയാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു. താങ്ക് യു.